ഡയമണ്ട്സ് വെറുതെയല്ല ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്ടെല്ലയുടെ ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പറയാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായി ഞാൻ ഒരു 3 വർഷം മുമ്പ് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. പുള്ളി എനിക്ക് ദൈവത്തെ പോലെയാണ്. പുള്ളി നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല. സന്തോഷിനെ ഇപ്പൊ കാണുന്നത് ഒരു ദൈവത്തിനെ കാണുന്ന പോലെ. ഞാൻ എഴുന്നേറ്റ് നിന്നൊന്ന് തൊഴട്ടെ. എനിക്ക് നിങ്ങളോട് നല്ല ബഹുമാനം തോന്നുന്നു. സന്തോഷ് ചേട്ടനെ എനിക്കും ഒരു സ്വാധീനം, ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പച്ചനും അമ്മച്ചിക്കും വയ്യാണ്ടായി. ഇനി ഈ സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്കൊരു ഭാരമാ. ഇടി കർത്താവ് തുണച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെയടി. എന്നാലും എനിക്ക് ഈ വീടും പൊരയിടം കിട്ടുമെന്നാ ഞാൻ കരുതിയത്. എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങിക്കോളാം. നമ്മുടെ മക്കൾ തിരിച്ചു വിളിക്കുമെന്ന് കരുതിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു നാടക ട്രൂപ്പ് തുടങ്ങാം. എന്നെയും കൂടെ വിളിച്ചാൽ മതി അതിൽ അഭിനയിക്കാൻ. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് ക്ലൈമാക്സ് ആയിരുന്നു. ഇവിടെ ചിനിച്ചേച്ചി നിൽക്കേണ്ട മുഖത്ത് കണ്ടു. എന്താണെന്നറിയില്ല, ഒരു മ്ലാനത ഇല്ല കേട്ടാ. ഷബീറേട്ടനെ സുന്ദരനാക്കണം, അതാ വലിയ പാട്. കാക്കാന്ന് ഇടയ്ക്ക് ഒരു 10 പ്രാവശ്യം വിളിച്ചു. എന്തൊരു സ്നേഹം ഇത്. ഇതുവരെ വന്നതിൽ ഏറ്റവും നല്ല മാച്ച് നിങ്ങളുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെയല്ല ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്ടെല്ല. നമ്മളൊരു സന്തോഷ വാർത്ത ഈയിടെ പ്രേക്ഷകരെ അറിയിച്ചു. നിങ്ങളെല്ലാം അറിഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളെ നേരിട്ട് വന്ന് കാണുവാനും പരിചയപ്പെടുവാനും സംസാരിക്കുവാനും വീട്ടിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുകയല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഫോർമാറ്റിൽ നിങ്ങൾ അവർക്കൊരു മെസ്സേജ് അയക്കുക. തെരഞ്ഞെടുക്കുന്ന 2 പേരെ ഞങ്ങൾ ഫ്ലോറിലോട്ട് വിളിക്കും. അവരുമായിട്ട് സംസാരിക്കാൻ നമ്മൾ അവസരമുണ്ടാക്കി തരുന്നതായിരിക്കും. സജീവ് മാഷിന്റെ സന്തോഷം ജീവിയിൽ നിന്ന് ഇപ്പോഴെങ്കിലും രക്ഷപ്പെടാനല്ലോ എന്നുള്ള ഒരു സന്തോഷം ഞാൻ കണ്ടു മുഖത്ത്. VAB സ്പേസ് കണ്ടസ്റ്റന്റിന്റെ പേര്, അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ നിങ്ങളുടെ പ്രൊഫഷനും കൂടെ അയച്ച് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങളിൽ നിന്നും 2 ഭാഗ്യവാന്മാരെ അല്ലെങ്കിൽ ഭാഗ്യവതികളെ നമ്മൾ ഇവരെ പരിചയപ്പെടുത്തുവാനായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെയല്ല ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്ടെല്ലയുടെ നമ്മുടെ ഈ റൗണ്ട് തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ പെർമനന്റ് ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ അഭിനേത്രികളെ, അത്ഭുത പ്രതിഭാസങ്ങളെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട KPSC ലളിത ചേച്ചി, കണ്ണാടിയൊക്കെ വെച്ച് ആൾമാറാട്ടം നടത്തിയിരിക്കുന്ന മഞ്ജു പിള്ള, ഓറഞ്ച് പോലത്തെ മുഖമുള്ള ആളിന് ഓറഞ്ച് സാരിയും കൂടെ ചുവന്നു കഴിഞ്ഞാൽ എന്തൊരു സൗന്ദര്യം, രശ്മി സോമൻ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെയല്ല ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്ടെല്ലയുടെ നമ്മുടെ ഈ റൗണ്ട് സ്വന്തം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയെ പറ്റി സംസാരിക്കാൻ പോകുന്നു. ആരാണ് സംസാരിക്കാൻ പോകുന്നത്? നിങ്ങളുടെ എല്ലാവരുടെ, നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട നമുക്ക് സുനിച്ചിനെ വിളിച്ചാലോ? ഹൃദയം തുറക്കാൻ പോവുകയാണ്, മനസ്സ് തുറക്കാൻ പോവുകയാണ്. മനസ്സ് തുറന്ന് പല കാര്യങ്ങളും, ഒരുപക്ഷെ ആരോടും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും വെറുതെയല്ല ഭാര്യയിൽ വന്ന് പറഞ്ഞ് വലിയൊരു ആശ്വാസം കിട്ടിയ ഒരുപാട് കണ്ടസ്റ്റൻസ് നമുക്കുണ്ട്. അതേപോലെ ഇന്ന് വീണ്ടും സുനിച്ചൻ മനസ്സ് തുറന്ന് എന്തൊക്കെയോ സംസാരിക്കാൻ പോവുകയാണ്. അതിനെ ഞാൻ ഒരു തടസ്സപ്പെടുത്തുന്നില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കാരും അങ്ങനെ ആരുമല്ല. എൻ്റെ ഒരു ഞാൻ ഒരു 3 വർഷം മുമ്പ് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. സുഹൃത്തിൻ്റെ പേര് സന്തോഷ് എന്നാണ്. പുള്ളി പാലയിലാണ് താമസിക്കുന്നത്. പുള്ളി ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാനസികമായി തകർന്ന് ഇരിക്കുന്ന കുറേ വഴി കൂടെ നമ്മൾ നടന്നു പോകുന്ന, മുടിയും വളർത്തി അങ്ങനെ നടന്നു പോകുന്ന കുറേ ആൾക്കാരെ മുടിയൊക്കെ വെട്ടി നല്ല മിടുക്കനായി അവരെ കൊണ്ടുവന്ന് റൂമിൽ താമസിപ്പിച്ച്, അവരൊരു വലിയൊരു ഹോളൊക്കെ ഉണ്ട്, അവിടെ താമസിപ്പിച്ച് അവരെ നന്നാക്കി നല്ല രീതിയിൽ കൊണ്ടുവരുന്നതാണ് പുള്ളിയുടെ ജോലി. ഇപ്പം ഞാൻ കാര്യത്തിലോട്ട് വരാം. ഞാൻ ദുബായിൽ ഒരു 3 വർഷം ഒരു ഓർക്കസ്ട്രൽ ബാൻഡിൽ വർക്ക് ചെയ്യുമായിരുന്നു. ദുബായിൽ ഓർക്കസ്ട്ര ബാൻഡിൽ. അത് പെട്ടെന്ന് സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഞങ്ങൾ ഓർക്കസ്ട്രക്കാരെ ഒഴിവാക്കി അവർ DJ ട്രാക്ക് പരിപാടിയാക്കി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോരേണ്ടി വന്നു. നാട്ടിൽ വന്നപ്പോൾ നമ്മൾ 3 വർഷമായിട്ട് നമ്മൾ ബാക്കിയുള്ള ഓർക്കസ്ട്രക്കാരൊക്കെ ആയിട്ട് നമ്മൾ ഒരു പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ വിട്ടുപോകും, കോൺടാക്ട് വിട്ടുപോകും. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ ആരും വിളിക്കാറില്ല പരിപാടിക്ക്. നമ്മൾ അപ്പം ഗൾഫിലാന്നുള്ള വിചാരമാണ് എല്ലാവർക്കും. പിന്നെ ഞാൻ പുതിയ നമ്പർ എടുത്തു, നമ്മളെല്ലാവരും കണക്ട് ചെയ്താൽ ഞാൻ വന്നിട്ടുണ്ട്, ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ വിളിക്കാറുണ്ട്. അങ്ങനെ ഞാനൊരു 3-4 മാസം വീട്ടിൽ പ്രോഗ്രാം ഒന്നുമില്ല ഇരിക്കുകയാണ്. അപ്പോൾ അവസരം ആലോചിച്ച് നോക്കിയേ, ഞാനും മഞ്ജുവും കൊച്ചും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ സന്ദർഭത്തിൽ നമ്മളൊരു സുഹൃത്ത് തന്നെ വിളിച്ചു പറഞ്ഞു, സുനിച്ച ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അവരുടെ നമ്പർ ഞാൻ തരാം, പുള്ളിയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ പുള്ളി ഫോൺ എടുത്തു. പറഞ്ഞു ചേട്ടാ പറഞ്ഞ ഇതൊരു പരിപാടിയുണ്ട്, അപ്പോൾ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു ചേട്ടാ വരാം. ഒത്തിരി പേരൊക്കെ ഞാൻ വിളിച്ചിട്ട് ആരും വരാറില്ല. അപ്പോൾ സുനിച്ച ഇപ്പോൾ ഫ്രീ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ്, ഓർക്കസ്ട്ര ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് വരാമെന്ന് ചോദിച്ചു. ഞാൻ ചെന്നു, സംസാരിച്ചു. പറഞ്ഞപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ റൂമിലോട്ട് പോയി.
അപ്പോൾ പുള്ളി ഓർക്കസ്ട്ര പാട്ട് പാടാൻ വേണ്ടി കുറച്ച് പേരെയൊക്കെ വിളിച്ചു. അപ്പോൾ അവർ വരുമ്പോൾ നമുക്കറിയാം ഒരു നോർമൽ അല്ലാത്ത പോലെ നമുക്ക് തോന്നിയായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു ഇതാരാ, അപ്പം നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞു എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് 5 മക്കളാണ്, ഇവരൊക്കെ നമ്മൾ മക്കളെ പോലെ കാണുന്നതെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഒരു പ്രാക്ടീസ് തുടങ്ങി. അപ്പം ഞാൻ ആദ്യം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ശ്രുതിയൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ പറയല്ലോ പാടും കേട്ടോ അത് നോട്ടൊക്കെ. അപ്പോൾ അതൊന്നും പറയണ്ട, ഇവരെല്ലാം മാനസികമായിട്ട് അസുഖമുള്ളവരാണ്, ഇവരെയൊക്കെ ഗുളികയും ഒക്കെ കൊടുത്ത് പുള്ളി സന്തോഷം കൊണ്ട് പുള്ളി ഇവരെ എല്ലാം നല്ല രീതിയിൽ ഇവർക്ക് ടേസ്റ്റ് എന്തിനാണോ അത് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് നല്ല രീതിയിൽ പാട്ട് പാടാനും ഡാൻസ് കളിപ്പിക്കാനും നാടകം നടത്താനും ഒക്കെ വേണ്ടി പുള്ളി ഒരു സ്റ്റേജ് തന്നെ അവിടെ സൈഡിൽ കെട്ടിയിട്ടുണ്ട്. ഈ റൂമിന്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ സൗണ്ട് സിസ്റ്റം ഉണ്ട്. കട്ടനാക്കിയിട്ട് നാടകക്കാരെ പോലെ തന്നെ ഇതിന്റെ തിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ മരിയൻ സദനം എന്ന് പറഞ്ഞ തിയേറ്റേഴ്സിനൊക്കെ അപ്പൊ ഞാനിത് പാട്ട് പാടി കേട്ടപ്പോ നമ്മള് സത്യം പറഞ്ഞെങ്കിൽ ഞാൻ പേടിച്ചു പോയി. കാരണം ഇവർ ഇത്രയും വരെ പുള്ളി ഇത്രയും പഠിപ്പിച്ച പുള്ളി ഭയങ്കരമായി പോയി. പിള്ളേരെ പാട്ടൊക്കെ പഠിപ്പിച്ച് ഡാൻസ് പഠിപ്പിച്ച് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ഇത് എങ്ങനെയാണ് ഈ സംഭവം? അപ്പൊ പുള്ളി പറഞ്ഞതുപോലെ ആണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി പറഞ്ഞ് ഇപ്പൊ 70 പെൺപിള്ളേരുണ്ട് അവിടെ, 70 പെണ്ണുങ്ങളും എൻ്റെ 260 പേരോളം അവിടെ ഇപ്പോഴത്തെ അന്തേവാസികൾ അവിടെ. അതിനകത്ത് കുറച്ച് പേര് റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. ആ റെഡി ആയവരെ വെച്ചാണ് പുള്ളി ഒന്നെങ്കിൽ പുള്ളി ഇതുപോലെ പ്രോഗ്രാമിലോട്ട് പുള്ളി കടത്തും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെറിയ ചെറിയ പണികളൊക്കെ ഏർപ്പെടുത്തി അവർക്ക് ചെറിയ കൂലിയും പുള്ളി കൊടുക്കും. ഇവരാരും വീട്ടുകാരൊന്നും ഇവരെ വന്ന് വിളിച്ചുകൊണ്ട് പോകുമൊന്നുമില്ല. വീട്ടുകാർ അവിടെ കൊണ്ട് വിടുന്നവരുമുണ്ട്, റോഡ് സൈഡിൽ നിന്ന് പുള്ളി എടുത്തുകൊണ്ട് വന്ന് നല്ല മിടുക്കനാക്കുന്നവരും ഉണ്ട് അതിനകത്ത്. പക്ഷേ റെഡിയായി കഴിയുമ്പോൾ വീട്ടുകാരൊന്നും വന്ന് വിളിച്ചുകൊണ്ട് പോകത്തില്ല. അപ്പം ഞാനിങ്ങനെ പുള്ളിയായിട്ട് പരിചയപ്പെട്ടപ്പം എൻ്റെ അവസ്ഥ ഞാൻ പുള്ളിയോട് പറഞ്ഞു കേട്ടോ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ മാനസികമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ തകർന്നു പോയായിരുന്നു. വന്നു കഴിഞ്ഞ് ഒരു 4-5 മാസം അറിയാമല്ലോ പ്രോഗ്രാം ഇല്ലാതാവുന്ന അവസ്ഥ നമ്മൾ നടത്തി. നമ്മുടെ നാട്ടിലുള്ള കംപ്ലീറ്റ് റിലേ നമ്മുടെ പോകും. കാരണം വെച്ചാൽ നമ്മൾ ദുബൈയിലൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വരുമ്പം ഒരു 27 ദിവസത്തെ അവധിക്കാണ് നമ്മൾ വരുന്നത്. പിന്നെ നമുക്ക് അധികം സമയം കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കോൺടാക്ട്സ് വളരെ കുറവായി നാട്ടിൽ വരുമ്പോൾ. ചിലരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, അവരൊക്കെ നമ്മൾ പറയണം ഞാൻ തിരിച്ചു പോകുന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ വന്ന് പെട്ടുപോയി. നമുക്ക് ഓർക്കസ്ട്ര പരിപാടി ഇല്ലതായി. ഞാൻ ആകെ ബുദ്ധിമുട്ടും. ഒന്നാമത് നമുക്ക് കുറെ കടങ്ങളും ബഹളങ്ങളും. അതിനിടയ്ക്ക് നമ്മൾ ടൈറ്റ് ആയിരുന്ന സമയത്താണ് ഈ പുള്ളിയോട് ഞാൻ ചെന്ന് നമ്മുടെ അവസ്ഥ പറഞ്ഞത്. പുള്ളി പറഞ്ഞതാണ് നമ്മൾ പുള്ളിയോട് സംസാരിക്കുമ്പോൾ പുള്ളി നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ അനുഭവങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് പുള്ളി നിന്ന് എനിക്ക് കിട്ടുന്നത്. നമ്മളൊന്നും അല്ലതായി പോവാ. പുള്ളി നമ്മളെ വിളിച്ച് സുനിച്ചിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുള്ളി കൊണ്ട് കാണിച്ചത് മൊത്തം അവരിങ്ങനെ പ്രേമനൈരാശ്യത്തില്ല ഇന്നൊരു ഞാൻ റോട്ടിൽ നിന്ന് പിടിച്ചതാണ്. പാലാ ടൗണിൽ കിടന്ന പുള്ളിയെ മുടിയൊക്കെ വെട്ടി ഞാൻ എടുത്ത അവനെ ഫോട്ടോ ഒക്കെ എന്നെ കാണിച്ചു തന്നു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനൊന്നും വല്ലാതായിപ്പോയി പുള്ളിയുടെ മുമ്പിൽ. സ്വാധീനിച്ചത് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ പുള്ളിയോട് ഷെയർ ചെയ്യുമ്പോൾ പുള്ളി നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഈ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ അത് നമ്മുടെ പ്രശ്നം എല്ലാവർക്കും സ്വന്തം കാര്യമാണല്ലോ വലുത്. നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എൻ്റെ പ്രശ്നമാണ് വലുതെന്ന് പറഞ്ഞവരാണ് നമ്മളെല്ലാവരും. നമ്മൾ അവിടെ ചെന്ന് അത് കണ്ടു കഴിയുമ്പം നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പുള്ളി നമ്മോട് പറയും സുനി ആ പുള്ളി നോക്ക് ഭയങ്കര കോടീശ്വരനായിരുന്നു, അവരെ ആ ഭാര്യ പറ്റിച്ചു, ഭാര്യ വേറെ കാമ്പനിലൂടെ പോയി, തലയ്ക്ക് പ്രശ്നമായിട്ട് വഴിയിൽ നിന്ന് കിട്ടിയത് അല്ലെങ്കിൽ ഇന്നോടത്ത് നിന്ന് കിട്ടിയതാണ്. ആ പുള്ളി ഇപ്പം ചെറിയ മരുന്നൊക്കെ കഴിച്ച് നേരെയായി വരുന്നത്. സുനിച്ചൻ പറയുന്നത് സ്വന്തം കാര്യം മാറ്റി വെച്ച് ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. ഇതിനു വേണ്ടി തന്നെ ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് 3-4 ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ, നേഴ്സുമാരുണ്ട്, അവർ ചികിത്സിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രൈവറ്റ്. അതായത് ഗവൺമെന്റ് സർക്കാരിൻ്റെ നിന്ന് പുള്ളിക്ക് ഒന്നും കിട്ടുന്നില്ലെന്നാണ് പുള്ളി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ പുറത്തോട്ട് പ്രോഗ്രാമിന് പോവുക പുള്ളിയായിട്ട്. ഞാൻ ഓർക്കസ്ട്രയ്ക്ക് പോയിട്ടുണ്ട് വായിക്കാൻ വേണ്ടി. ഒരു 10-15 പേരേക്ക് ഞാൻ പോയിട്ടുണ്ട് വായിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഓർക്കസ്ട്ര ഉള്ളപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ചിലപ്പോൾ പോകാൻ പറ്റത്തില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഒരു ട്രൂപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആണെങ്കിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ആ പുള്ളി എനിക്ക് ദൈവത്തെ പോലെയാണ് പുള്ളി. എൻ്റെ എല്ലാ കാര്യത്തിലും പുള്ളിയോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ നമ്മൾ ഇത്ര ധൈര്യത്തിൽ നിൽക്കാനുള്ള കാരണം പുള്ളി തന്നെയാണ്. നമ്മൾ അതുപോലെ അത്രമാത്രം നമ്മളെ സ്വാധീനിച്ചെടുത്തുന്നുണ്ട് പുള്ളി. ഒരു നല്ല ഉത്തരം തന്നെയാണ് സുനിച്ചൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്രയ്ക്കും കടബാധ്യതയിലും പ്രശ്നങ്ങളിലും ഒക്കെ ഇട്ടിരിക്കുമ്പോൾ ഇവരെ ഈ മരിയ സദനത്തിൽ ചെല്ലുകയും ഈ കുഞ്ഞുങ്ങളെ കാണുകയും ഇവരിൽ എത്രയോ ഭാഗ്യം നമ്മുടെ ഈ ജന്മത്തിൽ കിടന്ന് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയുകയും തല്ലുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓർത്ത് വയ്ക്കും. നമ്മുടെ ഒരു ഞരമ്പിനൊരു സംഭവം ഉണ്ടായാൽ ചെറിയൊരു നമ്മുടെ എല്ലാ റില വിട്ടുപോകും. നമ്മൾ പിന്നെ എന്നാ പറയുന്നത്? നമുക്ക് പിന്നെ എന്താ നമ്മൾ ജീവിക്കുന്നത്? എല്ലാം ഇല്ലേ സുനിച്ചന്? അപ്പൊ ആരോഗ്യത്തോടെ പുള്ളിയോട് പറഞ്ഞത് സുനിച്ചന് ഇത്രയും ആരോഗ്യമുണ്ടല്ലോ ദൈവം, പരിപാടി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകണം, ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പുള്ളിയെ കുറിച്ച്. നമുക്ക് ജഡ്ജ്മെന്റിലോട്ട് പോവാം. നമുക്ക് ലളിത ചേച്ചി, ഈ കഥ കേട്ടപ്പോ മനസ്സിനകത്ത് ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട്. ആ സാറിന്റെ പേരെന്താണ്? സന്തോഷ്.
ഭയങ്കര സന്തോഷവാനായിട്ട് തന്നെ അദ്ദേഹം ഇരിക്കട്ടെ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടു കൂടി അദ്ദേഹം ഇരിക്കട്ടെ. ഇത്രയൊരു വലിയ മനസ്സിന്റെ ഉടമയല്ലേ അദ്ദേഹം. അവിടെ സുനി ചെന്ന് പെട്ടത് തന്നെ സുനിയുടെ എന്തോ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. ദൈവാനുഗ്രഹം കൊണ്ടാണ് അവിടെ ചെന്ന് പെടാൻ പറ്റിയത്. ഒരു മിനിറ്റ് ലളിത ചേച്ചി, നമ്മുടെ സുനിച്ചിന്, ലളിത ചേച്ചി ഇത് കഴിഞ്ഞ് പറയണം, സുനിച്ചിന് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടാവും. അതെന്താണ് സംഭവം നമുക്ക് അറിയത്തില്ല. സുനിച്ചിനോട് ആർക്കോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ, ആരാണ് സുനിച്ചിനോട് സംസാരിക്കാൻ വരുന്നത്? ആരാണ് സുനിച്ചിനോട് സംസാരിക്കാൻ വരുന്നത്? ദേ വന്നല്ലോ. നമസ്കാരം. എനിക്കറിയാം. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അയ്യോ, ഈ റീനി പാലാ മരിയ സദനം എന്ന ഓർഫനേജ് വർഷങ്ങളായിട്ട് നടത്തുന്ന, സ്വന്തം ജീവിതത്തിൽ പോലെ പല സുഖങ്ങളും സന്തോഷങ്ങളും ത്യജിച്ചുകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്കും ഒരുപാട് പേർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് കരുതി പ്രവർത്തിക്കുന്ന ചുരുക്കം ചില മനുഷ്യസ്നേഹികളായ മനുഷ്യരിൽ ഒരാളാണ് ഈ നിൽക്കുന്ന സന്തോഷേട്ടൻ. ഇവരൊക്കെ വലിയ സമ്പത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നും അല്ല ഈ കാര്യം ചെയ്തേക്കുന്നത്. ഈ ഫ്ലോറിൽ വരണമെന്ന് പോലും അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമില്ല. പക്ഷെ നമ്മളായിട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നേക്കാണ് ഇദ്ദേഹത്തെ. നമുക്ക് കാണാൻ സാധിച്ചതില്